ചില അപകടങ്ങളിൽ നിന്നും കഷ്ടിച്ച് നമ്മൾ രക്ഷപ്പെടുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഡ്രൈവറുടെ സാമർഥ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ എൻ്റെ കഴിവുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഒരു ദൈവത്തിൻ്റെ പൈതലിനെ ദൈവം സംരക്ഷിക്കുന്നത് ചിന്തിക്കാറുണ്ടോ? മുമ്പിലും പുറകിലും ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി ദൂതന്മാരെ കാവലിട്ടാണ് ദൈവം നമ്മളെ സംരക്ഷിക്കുന്നത്. അത് വളരെ ആധികാരികമായി പറയുന്ന വിശുദ്ധ മഹൽ ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. 7 വിധത്തിലുള്ള സംരക്ഷണത്തെ പറ്റി ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലൊന്ന്, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴെ ചേർക്കുന്ന പോലെ ദൈവം സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഉത്തരവാദിത്തമുള്ള തള്ളക്കോഴി ഒരപകട മേഖല കണ്ടാൽ പെട്ടെന്നത് പ്രത്യേക ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് തൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചു വരുത്തുകയാണ്. നിങ്ങളെ റാഞ്ചാൻ ഒരുവൻ തലയ്ക്ക് മീതെ കറങ്ങുന്നു, അപകടമാണ്, നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും പെട്ടെന്ന് ഓടി വന്ന് ഞാൻ എൻ്റെ ചിറക് വിരിച്ചിട്ടുണ്ട്, ചിറകടിയിൽ കയറിക്കോണം. ഇതാണ് ദൂത്. എന്നോട് നിങ്ങളോടും പലപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതുപോലെ സംസാരിക്കാറുണ്ട്. ആ കുഞ്ഞുങ്ങൾ ഓടി വന്ന ചിറകടിയിൽ ഇരുന്നാൽ അതിന് വാസ്തവത്തിൽ ഉള്ള സംരക്ഷണം എന്ന് പറയുന്നത് ഇനി ഈ ശത്രുവിന് ഇതിനെ റാഞ്ചിക്കൊണ്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ദൈവശബ്ദം കേട്ടിട്ടത് കറക്റ്റാന്ന് പറഞ്ഞിട്ട് ചിറകടിയിലിരിക്കാതെ കരിയിലേക്കടയിൽ തള്ളക്കോട്ട പുറത്തും കയറി നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതെല്ലാം റാഞ്ചിക്കൊണ്ട് പോകും, ഒരു സംശയവുമില്ല. നമുക്ക് ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കാമെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ട് വിടുതലുണ്ട് എന്നുണ്ട്. അങ്ങോട്ട് പരിപാലനമുണ്ട്. രണ്ടാമത്തെ പരിപാലനം എന്ന് പറയുന്നത്, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ മീതെ വഹിക്കുന്ന പോലെയാണ്. അതൊരു വിശുദ്ധൻ്റെ പരിശോധനാ ഘട്ടത്തിൽ നമ്മളെ സംരക്ഷിക്കുന്ന വിധമാണ്. കൂടനക്കി ഒരിക്കലും പ്രതീക്ഷിക്കാതെ, നമ്മളോട് ആലോചന ചോദിക്കാതെ, നമ്മളെ അറിയിക്കാതെ, മുന്നറിയിപ്പ് ഒന്നുമില്ലാതെ പെട്ടെന്ന് സംരക്ഷണത്തിന് വേണ്ടി അവർ തന്നെ ഒരുക്കിയ കൂടെ അവർ തന്നെ അനക്കി ആ വിടുവിൽ കൂടെ കുഞ്ഞ് താഴെ പോകുമ്പോൾ അതിനെ പൊക്കിയെടുത്ത് അതിനെ ചിറകൻ മീതെ വഹിക്കുന്ന ഒരു വലിയ സംരക്ഷണം എനിക്ക് നിങ്ങൾക്കും പരിശോധനാ ഘട്ടത്തിലുണ്ട്. മൂന്നാമത്തെ പരിപാലനം എന്ന് പറയുന്നത്, ഒരു നേഴ്സിൻ്റെ കയ്യിൽ ഒരു കൊച്ചു കുഞ്ഞ്, ഇപ്പോൾ പിറന്നൊരു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയാൽ അതിനെ സംരക്ഷിക്കുന്നത് പോലെ ഒരു സംരക്ഷണം വാസ്തവത്തിൽ ദൈവം നമുക്ക് തരുന്നുണ്ട്. അത് ഇംഗ്ലീഷ് ബൈബിളിലാണത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ബട്ട് വി വർ ജെന്റിൽ എമംഗ് യു, യു ക്യാൻ ഈവൻ ആസ് എ നേഴ്സ് ചെറിഷ് ഹർ ചിൽഡ്രൻ. ഒരു കുഞ്ഞിനെ ഒരു നേഴ്സ് പരിപാലിക്കുന്ന പോലെ നമ്മളെ കർത്താവ് പരിപാലിക്കുന്നു. അടുത്തത്, 5ാമത്തെ കാര്യം, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഒരു കുഞ്ഞ് പെട്ടെന്ന് മറിഞ്ഞ് താഴെ വീണു, അല്പം വേദനയുണ്ടായി, നമ്മൾ ആരെല്ലാം അതിനെ എടുത്ത് താലോലിച്ചാലും അത് കരച്ചു നിർത്തുന്നില്ല. എന്നാൽ ഒരു അമ്മ ഓടി വന്ന് അതിനെ എടുത്ത് ഒരു ഉമ്മ കൊടുത്ത് ഒരു തട്ട് തട്ടി സാരമില്ല മോനെ എന്ന് പറയുമ്പോൾ അത് കരച്ചിൽ നിർത്തുന്നത് പോലെ നമ്മുടെ വേദനകളിൽ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. 6ാമത്തെ കാര്യം, ഒരപ്പൻ തൻ്റെ മകന് വേണ്ടി കരുതുന്ന പോലെ, ആ കരുതൽ മറ്റാരും ചെയ്യാത്ത പോലെ നമ്മുടെ ദൈവം കരുതുന്നു. അങ്ങനെ കരുതി സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണമുണ്ട്. 7ാമത്തെ കാര്യം, ഒരു നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി കരുതുന്നത് പോലെ വസമായും എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം അറിഞ്ഞ് നമുക്ക് വേണ്ടി കരുതുകയാണ്.